ഇപ്പോൾ ഖുർആനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് വശംസി വദുഹ, സൂര്യൻ തന്നെയാണ് സത്യം, ലുഹാ സമയം തന്നെയാണ് സത്യം. അങ്ങനെ സത്യം ചെയ്തിട്ട് അതേപോലെ തന്നെ വത്തീൻ വസ്സൈത്തൂൻ, തീൻപഴം, അത്തിപ്പഴം, അതേപോലെ തന്നെ ജെയ്ത്തൂൻ, ഇങ്ങനെ പറയുകയാണെങ്കിൽ അത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ അത്തിപ്പഴം എടുക്കുകയാണെങ്കിൽ അത്തിപ്പഴത്തിന് വളരെയധികം ഫലങ്ങളുണ്ട്. ഇപ്പോൾ ഖുർആനിൽ തന്നെ കാണാം, നമ്മൾ ഈ വത്തീന് അതിൻ്റെ തീൻ സൂറത്തിൻ്റെ തഫ്സീറിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കഫത്തൊക്കെ കുറക്കാൻ വളരെയധികം സഹായകമാകുന്ന ഒരു വസ്തുവാണ് ഈ അത്തിപ്പഴം എന്നുള്ളത്. അതുപോലെ മൂത്രക്കല്ല്, അതുപോലുള്ള അസുഖങ്ങൾ, പൈൽസ് അസുഖത്തിന് വളരെ നല്ല മരുന്നാണ് ഈ തീൻ എന്നുള്ളത് തഫ്സീറിൽ പറയുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഡയറ്റ് പ്ലാനിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ന് അത്തരം ഫലങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണ രീതികൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇന്ന് കൂടുതലായിട്ടും ഫാസ്റ്റ് ഫുഡുകൾ, നമ്മുടെ മക്കളായാലും ന്യൂ ജനറേഷൻ ആയാലും ഞാൻ കുറ്റപ്പെടുത്തല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം. നമ്മൾ ഡയറ്റ് പ്ലാൻസുകളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇന്ന് നമുക്കറിയുന്ന വയസ്സായ ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ, അവർക്ക് നന്നായിട്ട് ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോൾ നമ്മളെക്കാളും ആരോഗ്യം ഉണ്ടാവും. അത് കാരണം എന്താ വെച്ചാൽ അവരുടെ ഭക്ഷണ രീതികൾ. പക്ഷെ നമ്മുടെ ഭക്ഷണങ്ങൾ, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് മാത്രമാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന രീതിയെ പറ്റിയിട്ട്, നമ്മുടെ വയറിന് 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന്. ഒന്ന് വായുവിന് വേണ്ടി മാറ്റി വെക്കണം, പിന്നെ ഒന്ന് വെള്ളത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നങ്ങനെ രീതിയല്ലല്ലോ. ഇന്ന് നമ്മൾ ആവശ്യത്തിൽ കൂടുതലധികം എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ രോഗങ്ങൾക്ക് കാരണമാണ്.